കൊച്ചിയിൽ സംഭാവന നൽകാതെ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കില്ലെന്ന് യൂണിയനുകൾ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി പ്രവാസിയായ പെട്രോൾ പമ്പ് ഉടമ. തിരുവനന്തപുരത്തെ പമ്പിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ എത്തിയ ടാങ്കർ ലോറി മണിക്കൂറുകളോളം പിടിച്ചിട്ടു. രാവിലെ ടോക്കൺ നൽകിയിട്ടും ഇതുവരെ അകത്തേക്ക് കയറ്റിവിട്ടിട്ടില്ല. നേതാക്കൾ ഇടപെട്ടതോടെ ഉച്ചയോടെയാണ് ഇന്ധനം നിറച്ചത്. പണം ചോദിച്ച് CITU നേതാവ് ബാബു ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സംഭാഷണം പ്രവാസിയായ അശ്വിൻ പുറത്തുവിട്ടു. ഞാൻ ഈ ഷൈല ഫ്യൂൽസിന്റെ ഓണറാ. ചേട്ടാ എന്തോ ഏട്ടാ വണ്ടി കയറ്റത്തില്ല എന്ന് പറഞ്ഞു ഡ്രൈവറെ വിളിച്ച്. പാർട്ടിക്കാരായോട്ട് എന്തോ കൊടുക്കണമെന്ന്? എന്തോത്തിന്റെ പിരിവാ? പാർട്ടിക്ക് വണ്ടി ഡൊണേഷൻ കൊടുക്കുക. എല്ലാ വണ്ടിയും കൊടുക്കും, വണ്ടിയല്ല. അതാ ചേട്ടാ ഞാൻ ചോദിച്ചത്, എന്തോത്തിന്റെ ഡൊണേഷൻ നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ പുതിയ വണ്ടിയും പുതിയ പമ്പും ഇല്ല, എന്തോത്തിന്റെ ഡൊണേഷനാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പാർട്ടിക്ക് ഫണ്ട് പാർട്ടിക്ക് ഞാൻ ഒരുപാട് ഫണ്ട് കൊടുക്കാറുണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ പുതിയ വണ്ടി വരുമ്പോ അത് വണ്ടിയും കൂടെ കൊടുക്കാറുണ്ടെന്നാണ്. പാർട്ടിക്കാരൻ വേണ്ടപ്പെട്ട അങ്ങോട്ട് വേണേ 5 രൂപ കൊടുത്താൽ മതി. ചേട്ടാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചേട്ടാ 5000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്താണ് ഇത്ര വണ്ടിക്കല്ലെങ്കിൽ ഇത്ര വലിയ ടയർ കൂട്ടിയാണെങ്കിൽ റെഡി കാശ് കൊടുത്ത് മേടിക്കോ? സംഘടന കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അല്ലേ ചേട്ടാ? നമുക്ക് വണ്ടിയുടെ കാര്യം പോലാണ് കേട്ടോ. ഞാൻ പിരിവ് ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കാറുണ്ട് ചേട്ടാ. ഞാനിപ്പോ പറഞ്ഞ നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ എല്ലാ വണ്ടിക്കാരും കൊടുക്കാനാണ് ചേട്ടാ. നമ്മുടെ സാഹചര്യം ഇപ്പൊ മോശമായോണ്ട് ഞാൻ പറയുന്നത്. എൻ്റെ 5000 രൂപ അല്ല ഇപ്പൊ വണ്ടി തടഞ്ഞേക്കുമല്ലോ. ഇപ്പൊ വണ്ടി കയറ്റത്തില്ല എന്ന് പറഞ്ഞു. വണ്ടി കയറ്റുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ് കളിപ്പിക്കണെന്ത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉള്ളത് കൊടുത്തുവിടുന്നത്. അല്ല ഉള്ളത് കൊടുത്തു വിടുന്നതിന് ഇപ്പോൾ നിങ്ങൾ വണ്ടി കയറ്റത്തില്ല എന്ന് പറഞ്ഞു. പമ്പ് ഡ്രൈ ആയിട്ട് കിടക്കുക, പമ്പ് പെട്രോൾ തീർന്ന് കിടക്കുക. അല്ല ഇപ്പം പമ്പ് ഡ്രൈ ആയിട്ട് കിടക്കുക. ഇന്നലെ രാത്രി പെട്രോൾ തീർന്നതാണ്. ഇപ്പം നിങ്ങൾ വണ്ടി കയറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറുന്ന പെട്രോൾ എടുക്കാതെ എങ്ങനെ പറ്റുന്നത്? ചേട്ടൻ ചിന്തിക്കാവുന്നതിന് കൂടുതൽ ഡൊണേഷൻ ഞാൻ പാർട്ടിക്ക് കൊടുക്കുന്നുണ്ട്. ചേട്ടാ ജില്ലാ സമ്മേളനമല്ല, എന്ത് സമ്മേളനമായാലും പിടിവാശി എന്തോ ഏട്ടാ. ശരി, അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, ആ സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. CPM-ന്റെ ജില്ലാ സമ്മേളനത്തിനാണോ അതോ CITU-വിന്റെ സമ്മേളനത്തിനാണോ? എന്തിനാണ് ഇപ്പോൾ ഈ നേതാവ് ഇത്തരത്തിൽ നിർബന്ധിത പണപ്പിരിവ് നടത്തുന്നത്? മാത്രമല്ല പണം നൽകിയില്ലെങ്കിൽ ഇന്ധനം നൽകില്ല എന്നൊരു നിലപാടാണല്ലേ സ്വീകരിച്ചത്. ഈ പ്രശ്നം ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വിനീത, ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്തെ ഷൈല ഫ്യൂവൽസിൻ്റെ ഒരു ടാങ്കർ കൊച്ചിയിലെ കൊങ്കൺ സ്റ്റോറേജിലേക്ക് എത്തിയത്. അതായത് നയര, അതോടൊപ്പം തന്നെ റിലയൻസ് എന്നീ പമ്പുകൾക്കുള്ള ഇന്ധനം ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ എത്തിയതാണ് ഈ ലോറി. ആദ്യത്തെ ടോക്കൺ തന്നെ ആ ലോറി ഡ്രൈവർക്ക് ലഭിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഈ അവിടെ പ്രവർത്തിക്കുന്ന CITU-ൻ്റെ നേതാക്കൾ ചിലർ എത്തുകയും അതിനുശേഷം സംഭാവന ആവശ്യപ്പെടുകയും ചെയ്തത്. ഇത് ഉടൻ തന്നെ ഇയാൾ വിദേശത്തുള്ള ഈ പമ്പ് ഉടമയോട് ഈ കാര്യം സംസാരിച്ചു. പിന്നീട് പമ്പ് ഉടമ ഈ പറയുന്ന CITU നേതാക്കളുമായി നേരിട്ട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് നമ്മളിപ്പോൾ കേട്ടത്. അതായത് പാർട്ടി സമ്മേളനമാണ്, 5000 രൂപ സംഭാവന വേണം എന്നായിരുന്നു ആവശ്യം. ഇല്ലെങ്കിൽ ഈ ഇന്ധനം നിറയ്ക്കാൻ അനുവദിക്കില്ല എന്ന ഭീഷണിയും ഇയാൾ മുഴക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ കയ്യിൽ അത്രയും പണമില്ല, തനിക്കിപ്പോൾ അത്രയും പണം നൽകാൻ കഴിയില്ല എന്ന് പമ്പുടമ മറുപടി നൽകി. അതിനുശേഷം പലതരത്തിൽ ഇയാൾ ഈ പണം ആവശ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ഏതാണ്ട് മണിക്കൂറുകളോളം ഈ ലോറി ഈ അകത്തേക്ക് ഫ്യൂവൽ നിറയ്ക്കാൻ വേണ്ടി അകത്തേക്ക് പ്രവേശിപ്പിക്കാതെ പുറത്ത് തന്നെ തടഞ്ഞു നിർത്തിയിരുന്ന ഒരു സാഹചര്യമായിരുന്നു. നമ്മളവിടെ പോയപ്പോഴും ആ ലോറി പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം ചില CPM നേതാക്കളടക്കം ഇടപെട്ട് അവർ വിളിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് ഈ ലോറി അകത്തേക്ക് കടത്തിവിട്ടതും അതിനുശേഷം ഇന്ധനം നിറച്ചതും. അതിനുശേഷം ഇന്ധനം നിറച്ച് ഏതാണ്ട് ഉച്ചക്ക് 1:30 മാത്രമാണ് ഈ ലോറി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോയിട്ടുള്ളത്. അതായത് മണിക്കൂറുകളോളം ആദ്യം എത്തിയ ലോറിയെ മണിക്കൂറുകളോളം സംഭാവന തരാത്തതിൻ്റെ പേരിൽ അവിടെയുള്ള CITU നേതാക്കൾ തടഞ്ഞു നിർത്തി എന്നുള്ളതാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട ഈ പമ്പുടമ പരാതിയും പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ഈ CITU നേതാവിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഇത്തരത്തിൽ ഈ CPM ജില്ലാ സമ്മേളനത്തിൻ്റെ പേരിലാണ് ഈ CITU നേതാക്കൾ ഈ പണം പിരിക്കാൻ ശ്രമിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പല ലോറി ഉടമകളോടും ഈ ജീവനക്കാരോടുമൊക്കെ തന്നെ സമാനമായ രീതിയിൽ പണം പിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പലരും പണം നൽകാറുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പണം നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 1000 രൂപ തരാമെന്ന് പറഞ്ഞവരോടാണ് ഇത്തരത്തിൽ ഭീഷണി മുഴക്കുകയും അതിൻ്റെ പേരിൽ ഇന്ധനം നിറക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തത്. എന്തായാലും ഈ സംഭവം നേതാക്കളടക്കം ഇടപെട്ടതിന്
അറിയിച്ചതിന് പിന്നാലെ മാത്രമാണ് മണിക്കൂറുകൾക്ക് ശേഷം ഈ ലോറി അകത്തേക്ക് പ്രവേശിപ്പിച്ചതും അതിനുശേഷം ഇന്ധനം നിറച്ച് അവിടെ നിന്ന് പോകാൻ അനുവദിച്ചതും. വിനീത. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകി.